ഹർഷ, രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ വി.ഡി. സതീശന്റെ നിലപാടിനെ കുറിച്ചൊക്കെ നമ്മൾ കുറേയധികം ചർച്ചകളിൽ സംസാരിച്ചു കഴിഞ്ഞു. വി.ഡി. സതീശൻ കഴിഞ്ഞ കുറേ മാസങ്ങളായി അപ്പാടെ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിയത് നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ കുറച്ചു മണിക്കൂറുകൾ മുൻപ് രാഹുൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് കണ്ടാൽ ഇതെന്ത് കൂത്തെന്ന് നമുക്ക് തോന്നും. കാരണം തന്നെ വേണ്ട എന്ന് പൂർണ്ണമായി തള്ളിപ്പറഞ്ഞൊരു വ്യക്തിയെ പുകഴ്ത്തിയും സപ്പോർട്ട് ചെയ്തും ഒക്കെ രാഹുൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതിന്റെ താഴെ ഒരു രസകരമായ കുറെ സമ്മിശ്ര പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഒന്നാലോചിക്കണം. ഇനി ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു കോൺഗ്രസിനകത്ത് നിന്ന് മാത്രമല്ല രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കിയത്, രാഹുൽ മാങ്കൂട്ടത്തെ തുടച്ചു നീക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്നത്. അതൊരിക്കലും മോശമായിട്ട് നമ്മൾ കാണുന്നില്ല. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് സസ്പെൻഷൻ ചെയ്യുകയും അതിനുശേഷം പരാതിയുമായി മുന്നോട്ട് പോയി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായപ്പോൾ പാർട്ടി പ്രതിസന്ധിയിലാകുമെന്ന് മനസ്സിലാക്കി കൃത്യമായി നിലപാടെടുത്തു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്താൻ മുന്നിൽ നിന്നു എന്നുള്ളതാണ് വി.ഡി. സതീശൻ ചെയ്തിട്ടുള്ളത്. അതിനെ ഇപ്പോഴും നമ്മൾ ന്യായീകരിക്കുന്നു. കാരണം ഇന്ന് പാർട്ടി ഈ ഒരു നിലയിൽ ഇപ്പോഴും ജനമനസ്സുകളിൽ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും ചെറിയ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വി.ഡി. സതീശന്റെ പങ്ക് വലുതാണ്. ഇപ്പോൾ വി.ഡി. സതീശനെതിരെ വന്ന പുനർജനി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ പോസ്റ്റ് ഞാൻ വായിക്കാം. പുനർജനിയിൽ ആദ്യമായി അന്വേഷണം ആവശ്യപ്പെട്ടത് ശ്രീ വിജയൻ സർക്കാരാണോ? അല്ല. BJP ആണോ? അല്ല. അത് ശ്രീ വി.ഡി. സതീശൻ തന്നെയാണ്. ഒന്നാം വിജയൻ സർക്കാരിനെതിരെ, അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ ഒന്നാം പിണറായി സർക്കാരെന്നോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ സർക്കാരെന്നോ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ഒന്നാം വിജയൻ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിന് പ്രതിരോധം എന്ന നിലയിൽ പുനർജനി പദ്ധതിക്കെതിരായ ആരോപണം CPM ഉന്നയിച്ചു. ആ ആരോപണത്തിന് മറുപടിയായി ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞത് ഏത് അന്വേഷണ ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ, ആ അന്വേഷണത്തിനൊടുവിൽ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പുനരുജ്ജീവന പദ്ധതിയെ പറ്റി നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടുമെന്നാണ്. പുനർജനി കേവലമായ ഒരു ഭവന നിർമ്മാണ പദ്ധതി മാത്രമല്ല, അതൊരു പുനരധിവാസ പദ്ധതിയാണ്. 200-ൽ പരം പുതിയ വീടുകളും 100-ൽ പരം വീടുകളുടെ അറ്റകുറ്റപ്പണിയും മാത്രമല്ല, കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും വരുമാനമില്ലാത്ത മനുഷ്യർക്ക് പശുവും ആടും തൊട്ട് തയ്യൽ മെഷീനുകൾ വരെ കൊടുക്കുന്ന സമഗ്ര പദ്ധതിയാണ്. ശ്രീ വി.ഡി. സതീശനോട് എനിക്കും നിങ്ങൾക്കും യോജിക്കാം, വിയോജിക്കാം, എതിർക്കാം, അനുകൂലിക്കാം, അതൊക്കെ തുടരുകയും ചെയ്യാം. പക്ഷെ അതിന്റെ പേരിൽ പുനർജനി പോലെ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു പദ്ധതിയെ എതിർക്കുന്നത് ജനവിരുദ്ധമാണ്. അതെ, പോസ്റ്റ് പറഞ്ഞു തീർക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പുനർജനിയാണ് പൊക്കി പറയുന്നത്. പക്ഷെ ഇട്ടിരിക്കുന്ന ഫോട്ടോ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വി.ഡി. സതീശന്റെ ഒരു ഫോട്ടോയാണ്. ഇതിനേക്കാൾ രസകരമായിട്ട് എന്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന കമന്റ് ഇതാണ്: നീ എന്തിനാടാ കോൺഗ്രസിന്റെ കാര്യം അന്വേഷിക്കുന്നത്? ഞങ്ങളുടെ പാർട്ടി ഇതിനെ പുറത്താക്കിയതല്ലേ? എന്തല്ലേ ഇപ്പോഴും കോൺഗ്രസിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നു, കോൺഗ്രസ് നേതാക്കൾ വരുന്ന വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നു, അവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു, ചിലപ്പോ ചമ്മിപ്പോകുന്നു, ചിലപ്പോ കാര്യമായിട്ട് നടക്കുന്നു. എന്തൊക്കെയായാലും രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമായി നിൽക്കാൻ കഷ്ടപ്പെടുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി. അതെ, തീർച്ചയായിട്ടും. ഈ ഒരു വിഷയത്തിലൊക്കെ ഇപ്പം ഈ പറയുന്ന പോസ്റ്റിന് താഴെ വലിയ രീതിയിൽ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതെ, 3000-ന് മുകളിൽ കമന്റുകളിൽ നല്ലതും ചീത്തതും പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് ഇതിനൊക്കെ നീ മറുപടി പറയുന്നുണ്ടല്ലോ, ഈ കാണുന്ന വീഡിയോക്ക് മറുപടി പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ചില ചാനലുകളിൽ പോയ ആ ഒരു സ്ത്രീ പരാതിയുമായി അല്ലെങ്കിൽ ആ ഒരു ഓഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ട്, ഓഡിയോ റെക്കോർഡുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊന്നുമല്ല പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത്. വി.ഡി. സതീശനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇനി രാഹുൽ വീണ്ടും കോൺഗ്രസിലേക്ക് വരാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് സംശയിച്ചാൽ അതിന് തെറ്റ് പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് സ്വതന്ത്ര ടിക്കറ്റിൽ സ്വതന്ത്രനായ അദ്ദേഹം മത്സരിക്കുമെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ബാനറിൽ തന്നെ മത്സരിക്കാനാണ് രാഹുൽ മാങ്കൂട്ടം ആഗ്രഹിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. പക്ഷെ ഇതിന്റെ ഒരു കമന്റിൽ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയ ചാണക്യനെ താഴെയിറക്കാൻ ശ്രമിച്ചത് വി.ഡി. സതീശന്റെ കുബുദ്ധിയാണെന്ന് ഇനിയും മനസ്സിലായില്ലേ? നീ എന്തിനായും ഇനി ന്യായീകരിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. അപ്പോൾ വി.ഡി. സതീശനെ പോലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന് അസൂയ തോന്നുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടം വളർന്നുവെന്ന് ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് രാഹുൽ മുഖ്യമന്ത്രിയാകുമെന്ന് ഭയന്നുകൊണ്ട് ചില നേതാക്കന്മാർ രാഹുലിനെ ഒതുക്കിയതാണ് എന്ന് വരെ പലരും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കമന്റിൽ മാത്രമല്ല, നേരിട്ടും അല്ലാതെയും ഒരുപാട് ആളുകൾ, ചില രാഷ്ട്രീയ നിരീക്ഷകരും ചില മുതിർന്ന ജേർണലിസ്റ്റുകളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് രാഹുലിന് എത്രത്തോളം ഹൈപ്പ് ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. ഇത്രയും നമ്മൾ പറഞ്ഞില്ലേ, ഈ കമന്റ് ബോക്സിലെല്ലാം 50-50 ആണ്, സമ്മിശ്ര പ്രതികരണങ്ങളാണ്.
കുറെ പേർ കളിയാക്കുന്നു, തെറി വിളിക്കുന്നു, കുറെ പേർ രാഹുലെ നിനക്ക് ഞാനുണ്ടടാന്നൊക്കെ പറയുമ്പോൾ അത്രയും സപ്പോർട്ട് ആൾക്കാർക്കുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറം വി ഡി സതീശനെ ചീത്ത വിളിക്കാനും പലരും വരുന്നുണ്ട് എന്നുള്ളതാണ്. നിന്നെ മാറ്റി നിർത്തിയത് അയാളല്ലേ, പിന്നെ എന്തിനു നീ അയാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു? പക്ഷെ രാഹുൽ ഇവിടെ ചെയ്തിട്ടുള്ളത് കൃത്യമായി ഇപ്പോൾ നമുക്കറിയാം. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ മറ്റൊരു ഭാഗം മാത്രമാണ് രാഹുൽ ചെയ്തിട്ടുള്ളത്. വി ഡി സതീശനെ അനുനയിപ്പിച്ചുകൊണ്ട് ഇനി കോൺഗ്രസിലേക്ക് കയറി പറ്റാനുള്ള രാഹുലിന്റെ പുതിയ തന്ത്രമായി നമുക്ക് കാണാമെങ്കിലും അത് ഇതുകൊണ്ടൊന്നും വി ഡി സതീശൻ അങ്ങനെ അങ്ങ് മയങ്ങുമെന്ന് തോന്നുന്നില്ല. ഇനി രാഹുലിനെ പുറത്തിറക്കാൻ ആദ്യം വാതിൽ തുറന്നു പിടിച്ചത് വി ഡി സതീശനായിരുന്നു. ആദ്യം നിലപാടറിയിച്ച അദ്ദേഹമായിരുന്നു. ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അയാളെ ഞാൻ കുറ്റക്കാരനെന്ന് വിധിക്കുന്നു എന്ന് പറഞ്ഞതും വി ഡി സതീശനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ പുറത്താക്കുന്നതിനെല്ലാം ചുക്കാൻ പിടിച്ചയാൾ വി ഡി സതീശൻ തന്നെയായിരുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായി അറിയാം ഏത് ബട്ടണിൽ ഞെക്കിയാലാണ് തിരിച്ചുള്ള വാതിൽ തുറക്കുക എന്ന് കൃത്യമായ ധാരണയുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ആരെ സുഖിപ്പിച്ചാലാണ് അകത്തേക്ക് കടക്കാൻ കഴിയുക എന്നുള്ളത്. പക്ഷെ വി ഡി സതീശനെ സുഖിപ്പിക്കാൻ കഴിയുന്ന ആളാണോ എന്ന് ഇത്രയും നാൾ കോൺഗ്രസിൽ തന്നെ പ്രവർത്തിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായി അറിയാമായിരിക്കാം. എനിക്ക് തോന്നുന്നു ഈ ഇമേജ് ബിൽഡിങ്ങിന്റെ ചെറിയൊരു ഭാഗമായിട്ടായിരിക്കാം ഇതിങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. ഇനി പല രാഷ്ട്രീയ വിഷയങ്ങളും ഇതുപോലെ ഇടപെട്ട് വീണ്ടും പഴയ പോലെ ഇപ്പോൾ ഈ പോസ്റ്റിൽ പോലെ വിജയൻ സർക്കാർ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുള്ള ആ ഒരു ധാർഷ്ട്യം അത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നതും നമ്മൾ പലപ്പോഴും ചർച്ചകളിൽ പറയുമ്പോഴും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എപ്പോഴും വിജയ എന്ന് വിളിച്ച് സംസാരിച്ചത് കൊണ്ട് പിണറായി വിജയന് രാഹുലിനോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇത്തരത്തിലൊരു കേസ് വന്നത് എന്ന് പോലും വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോഴും അതിന് പോലും വഴങ്ങി കൊടുക്കാതെ അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇങ്ങനെ വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ വിളിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പം ഒരു കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയെന്ന് പറഞ്ഞത് കൊണ്ട് കോൺഗ്രസിനകത്ത് തന്നെ പ്രവർത്തിക്കണമെന്നില്ലല്ലോ. ഒരു കോൺഗ്രസ്സുകാരനാവണമെങ്കിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം ഇല്ലാതെ പുറത്തു നിന്നുകൊണ്ടും നമുക്ക് പ്രവർത്തിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും വി ഡി സതീശന് ഇനിയിപ്പോൾ മനസ്സ് മയങ്ങുമോ അല്ലെങ്കിൽ രാഹുലിനെ ഇനി അയ്യോ എനിക്ക് വേണ്ടി സംസാരിച്ച ഒരാളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോകുമെന്നറിയില്ല. പക്ഷെ എന്താണെങ്കിലും രാഹുലിനെ ചീത്ത വിളിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഇതൊക്കെ പറയാൻ നീ ഏതാടാ എന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. അടുത്ത വേറൊരു കമന്റ് ആണ്, എങ്ങനെ പുകഴ്ത്തിയാലും നീ ഇനി പാർട്ടിക്ക് പുകഞ്ഞ കൊള്ളിയാണ്. പക്ഷേ ചിലപ്പോ പറയാൻ സാധിക്കില്ല, ഈ കമന്റ് ഇട്ട ആളെ പോലും വിഡ്ഢിയാക്കുന്ന തരത്തിൽ ചിലപ്പോൾ നാളെ കോൺഗ്രസിന്റെ ഒരു കസേരയിൽ കയറി ഇരിക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അല്ല, ഇതിലൊരു കമന്റ് ഉണ്ട്, രാഹുൽ ഇവനാണ് ആൺകുട്ടി. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചവരോട് ഇത്രയേറെ മാന്യത കാട്ടിയിട്ടുള്ള വേറൊരു നേതാവില്ല. നിങ്ങൾക്ക് ഇവനെ തളർത്താം, പക്ഷെ തകർക്കാനാവില്ല. അത്രത്തോളം ഒരു ഹീറോ പരിവേഷമാണ് രാഹുലിന് ജനങ്ങൾ മനസ്സിൽ നൽകിയിട്ടുള്ളത്. അതിനപ്പുറം ഈ കേസ് എന്തെങ്കിലും ആവട്ടെ, നീ പാലക്കാട് വന്ന് മത്സരിക്കും, ഞങ്ങൾക്ക് അതാണ് ആവശ്യമെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളും ഈ ഒരു കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നതാണ്. ചിലപ്പോൾ ഇതെല്ലാം PR ആയിരിക്കാം, PR-ന്റെ കളി മാത്രമായിരിക്കാം. നമുക്ക് എനിക്ക് തോന്നുന്നു പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു മരീചിക സൃഷ്ടിക്കാൻ PR വർക്കുകൾക്ക് സാധിക്കാറുണ്ട്. നമ്മൾ വിചാരിക്കും ഒരു 100 പേർ കമന്റ് ഇടുമ്പോൾ 100 പേർ പിന്തുണയുമായി ഉണ്ടല്ലോ എന്ന് വിചാരിക്കാം. പക്ഷെ ഇതെല്ലാം ചിലപ്പോൾ സോഷ്യൽ മീഡിയയുടെ കളികൾ മാത്രമായി ചുരുങ്ങുന്ന കാര്യങ്ങളായിരിക്കാം. എനിക്ക് തോന്നുന്നു കുറച്ച് മണിക്കൂറുകൾ മാത്രമായിട്ടുള്ള ഈ ഒരു പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ടിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പോസ്റ്റ് വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. അത്രത്തോളം രാഹുലിന് ഈ ഒരു പോസ്റ്റിന് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇനിയിപ്പോൾ ഈ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്ത് ജനങ്ങൾ എത്തുമ്പോഴത്തേക്ക് ഒരു പക്ഷെ 50,000-ന് മുകളിൽ ലൈക്കുകൾ കയറാൻ സാധ്യതയുണ്ട് ഈ പോസ്റ്റിന്. അപ്പൊ അത്രത്തോളം പൊതുജനങ്ങൾക്കിടയിൽ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.